കെ സുധാകരന്റെ പിന്തുണ സ്വീകരിക്കുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. അനുകൂലമായാലും എതിരായാലും കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഏത് കാര്യവും താൻ സ്വീകരിക്കും. വിഷയം നിയമപരമായി നേരിടണമെന്ന സുധാകരന്റെ പ്രസ്താവനയിൽ ആവശ്യം വന്നാൽ അങ്ങനെ ചെയ്യും എന്നും രാഹുൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെ മുതൽ വീണ്ടും പ്രചരണത്തിൽ സജീവമായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി എല്ലാ ദിവസവും പ്രചരണത്തിൽ ഇങ്ങനെ സജീവമായിട്ട് ഇറങ്ങും അല്ലേ? ആരോഗ്യത്തോടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നിടത്തോളം കാലം മരണം വരെ ആ ശീലം തുടരുക തന്നെ ചെയ്യും. അതിനകത്തൊരു മാറ്റമില്ല. നമുക്ക് നമ്മുടെ സിറ്റിംഗ് കൗൺസിലറായ ബഷീർക്ക ഒരു മികച്ച ജനപ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഈ വാർഡിൽ നിന്ന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ അങ്ങേ പിന്തുണച്ചുകൊണ്ട് വന്നു. കോൺഗ്രസിൽ നിന്ന് മറ്റാരും അത്ര ഷാർപ്പായിട്ട് അങ്ങേ പിന്തുണച്ചുകൊണ്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങേക്ക് ഒരു ക്ലീൻ ചീറ്റ് നൽകുകയാണ് കെ സുധാകരൻ. അപ്പോൾ എന്താണ് അത് കേട്ടപ്പോൾ തോന്നിയത്? രാവിലെ കേൾക്കുമ്പോൾ തോന്നുന്നു എനിക്കെന്തോ അനുകൂലമായൊരു വാർത്തയാണെന്ന്. ഈ വാർത്തയുടെയൊക്കെ ഒരു ഉദ്ദേശ ലക്ഷ്യമൊക്കെ ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് നല്ല ബോധ്യമുണ്ട്. അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ്. ആ നേതാക്കന്മാരുടെ ഒരു അഭിപ്രായത്തോടും ഞാൻ വിയോജിക്കാറില്ല. ആ നേതാക്കന്മാരോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അവർ പറയുന്നതിനകത്ത് എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. അത് പിന്നെ ഒരു മാധ്യമത്തിലൂടെയല്ല സംസാരിക്കുന്നത്. നിങ്ങൾ പറയുന്നതും ജനങ്ങളുടെ മുന്നിൽ പ്ലേസ് ചെയ്യാം, ഞങ്ങൾ പറയുന്നതും ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറയുന്നതും ജനങ്ങളുടെ മുന്നിൽ പ്ലേസ് ചെയ്യാം. നിങ്ങളുടെയൊക്കെ ഉദ്ദേശമൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഞങ്ങൾ അത് രണ്ട് പ്ലേസ് ചെയ്യും. ആ പ്ലേസ് ചെയ്തിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ അവരേതാണ് ബൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒറ്റയടിക്ക് എനിക്കെന്തോ ഗുണപരമായ വാർത്തയായിട്ട് വരുന്നതായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം നല്ല ബോധ്യമുള്ളതുകൊണ്ട് എല്ലാ ആളുകളും എൻ്റെ നേതാക്കന്മാരാണ്. എല്ലാ നേതാക്കന്മാരും പറയുന്ന എനിക്ക് അനുകൂലമായി പറയുന്നതും വിയോജിച്ച് പറയുന്നതുമായ എല്ലാ തീരുമാനങ്ങളോടും എനിക്ക് 100% ആ തീരുമാനങ്ങളെയും അവരുടെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ മാനിക്കുന്നു. ഏതായാലും മറ്റേ ഈ ആരോപണം പറയുന്ന പെൺകുട്ടി മുഖ്യമന്ത്രിയെ കാണുന്നതും തെളിവുകൾ നൽകുന്നൊക്കെ ഉള്ളൊരു വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് കാണുന്നത്? ഒരു ക്രൈം ഉണ്ടായിട്ട് ഇല്ല എന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം എനിക്ക് ഏതെങ്കിലും ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവിൻ്റെ ആവശ്യമില്ല. എന്തു വന്നാലും ഫേസ് ചെയ്യാൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന ഉത്തമമായ ബോധ്യമുണ്ട്. നിങ്ങൾ പറയുന്നത് ജനങ്ങളുടെ മുന്നിൽ വെച്ചോളൂ, ഞങ്ങൾ പറയുന്നത് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കും. ജനം ഏത് ബൈ ചെയ്യുമെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാം. രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി തന്നെ മുന്നോട്ട് ആണൊരുത്തൻ അങ്ങ് തുനിഞ്ഞിറങ്ങിയാൽ നെഞ്ചും വിരിച്ചു നിന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എന്തുമെന്ന് രാഹുൽ മാങ്കൂട്ടം തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇപ്പോ ഇന്ന് മുതല് വാർത്താ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളുടെ ഒരു ടോൺ എന്ന് നോക്കിയേ നിങ്ങള്. എല്ലാം ഒന്ന് മയപ്പെടുത്തി ഒരു പിൻവാങ്ങലിന്റെ ടോണിലേക്ക് മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഈ പിൻവാങ്ങല് ഇപ്പോ നമ്മള് പലയിടത്തും കാണുന്നുണ്ട്. അത് ഈ പറയുന്ന മാതൃഭൂമിയിലോ അല്ലെങ്കിൽ മീഡിയ വണ്ണിലോ ഈ പറയുന്ന ഏഷ്യാനെറ്റിലോ മനോരമയിലോ അങ്ങനെ എല്ലാവരും ആ ഒരു ഘട്ടത്തിലേക്ക് പിൻവാങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം ഈ വാർത്ത ഇത് വലിയ വെളിപ്പെടുത്തലായി, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായി പുറത്തു വിടുമ്പോ അതുവരെ മുന്നിൽ നിന്ന് നയിച്ച റിപ്പോർട്ടർ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെക്കുന്നത് നമ്മൾ കണ്ടു. അന്ന് ആ സ്റ്റെപ്പിലേക്ക് കയറി നിന്നുകൊണ്ടാണ് ന്യൂസ് മലയാളം പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ വെളിപ്പെടുത്തൽ മെനിഞ്ഞാന്ന് കഴിയുന്നു. ഇന്ന് ഈ പറയുന്ന ദിവസം രാഹുൽ അങ്ങ് നെഞ്ചും വിരിച്ച് നിൽക്കുമ്പോ താൻ ഇന്ത്യയുടെ ഭരണഘടനക്കും ഇവിടുത്തെ നിയമത്തിനും എതിരായി ഒന്നും ചെയ്തിട്ടില്ല, നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞങ്ങ് നെഞ്ചും വിരിച്ച് ഒരുത്തരങ്ങ് നിൽക്കുമ്പോ മുട്ടുമടക്കുകയാണ്. പിൻവാങ്ങേണ്ടി വരുന്നു, സ്വരം മാറ്റേണ്ടി വരുന്നു, ഞങ്ങൾ രണ്ടും പറയുന്നുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റി പറയേണ്ടി വരുന്നു. അതാണ് പറയുന്നത്. ആർജവത്തോടുകൂടി നട്ടല്ലോടുകൂടി ഒരുത്തൻ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ചുക്കും ഒരുത്തനും ചെയ്യില്ല. അത് തന്നെയാ രാഹുലിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഈ രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് ഗർഭത്തില് ഒരു പ്രത്യേകത മറ്റൊന്നുണ്ട്. എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് ഗർഭം ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത ചെയ്തിട്ടേയില്ല. അങ്ങനെ ഒരു ചർച്ച ഏഷ്യാനെറ്റിന്റെ വാർത്തകളിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിനെതിരെയും ചിലർക്കൊക്കെ കുടിപൊട്ടി. ഇന്നലെ സനീഷും അതുപോലെ ഹർഷനും കൂടിയിട്ട് വലിയ ചർച്ചയാ ഏഷ്യാനെറ്റിനെതിരെ. ഞങ്ങളെല്ലാവരും സത്യത്തിന്റെ കൂടെ നിൽക്കുന്നു. എടോ മണ്ടന്മാരെ, നിങ്ങൾ സത്യത്തിന്റെ കൂടെയല്ല, നിങ്ങൾ വ്യാജങ്ങളുടെ കൂടെയാ നിൽക്കുന്നത്. സത്യത്തിന്റെ കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ് ഏഷ്യാനെറ്റ് അത് ഏറ്റുപിടിക്കാതെ നിന്നത്. ന്യൂസ് മലയാളം പുറപ്പെട്ടതിനെ, ഈ പറഞ്ഞ് തള്ളിവിട്ടതിനെ, വെളിപ്പെടുത്തലായി ഞെട്ടിക്കാൻ വേണ്ടി വിട്ടതിനെ നിങ്ങളൊക്കെ അങ്ങ് ഏറ്റുപിടിച്ചപ്പോ
ഏഷ്യാനെറ്റിന് തോന്നി ഇതല്ല സത്യം, സത്യത്തിന്റെ കൂടെ നിൽക്കാൻ ഒരുത്തരേ ഉണ്ടായുള്ളൂ. അത് തന്നെയാണ് എല്ലായിടത്തും കാഴ്ച. അത് രാഹുലിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, സത്യത്തിന്റെ കൂടെ എപ്പോഴും ആളെണ്ണം കുറവായിരിക്കും, അംഗബലം കുറവായിരിക്കും. അത് തന്നെയാണ് ഏഷ്യാനെറ്റ് കാണിച്ചത്. അവരവരുടെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു. ഏഷ്യാനെറ്റ് ഒന്ന് പിൻവാങ്ങി. ഇപ്പൊ ബാക്കിയുള്ളവർക്കും തോന്നി ഇതിൽ പങ്കാളികൾ ആവേണ്ടിയിരുന്നില്ല എന്ന്. മാതൃഭൂമി മെല്ലെ ചുവട് മാറ്റുകയാ, ആ ട്യൂണൊന്ന് മാറ്റിപ്പിടിച്ചു, ആക്രോശത്തിന്റെ രീതി വിട്ടു, മെല്ലെ ഒരു മയപ്പെടുത്തലിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുകയാ. എന്ന് പറഞ്ഞാൽ അത് മാതൃഭൂമിയിൽ മാത്രമല്ല എല്ലായിടത്തും കാണാൻ പറ്റും. ആ ഒരു നിലപാടിൽ ഒരു മയപ്പെടുത്തൽ കാണാൻ പറ്റും നമുക്ക്. എന്തുകൊണ്ടാ രാഹുല പാറ പോലെ അങ്ങ് ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല, തന്റെ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കാൻ അയാൾ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു, വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങ് ചെയ്യടോ എന്ന്. രാഹുൽ പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, അതിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അത് അയാളുടെ ആത്മവിശ്വാസമാണ്. ആ പാലക്കാട്ടെ ജനത അവര് നൽകുന്ന സ്നേഹം, അവര് നൽകുന്ന സ്വീകാര്യത, അത് തന്നെയാണ് രാഹുലിന്റെ ആത്മവിശ്വാസം. രാഹുൽ വെറുതെ എന്ന് പറയല്ല, ജനം തീരുമാനിക്കട്ടെ എന്ന്. രാഹുൽ ഇന്നലെ ആവർത്തിച്ച് ഇന്നലെയും ഇന്നുമായി പറയുന്ന കാര്യ, എനിക്ക് പറയാനുള്ളതും ബോധ്യപ്പെടുത്താനുള്ളതും ഒന്ന് നിയമത്തിന്റെ മുന്നിലാണ്, മറ്റൊന്ന് ജനങ്ങളുടെ മുന്നിൽ ജനകീയ കോടതിയിലാണെന്ന്. അത് തന്നെയാണ് രാഹുലിന്റെ ഈ പറയുന്ന ആത്മവിശ്വാസവും. പാലക്കാട്ടെ ജനം തന്നോടൊപ്പം നിൽക്കുമെന്നുള്ള ആത്മവിശ്വാസം, അത് വെറുതെ ഒരു ആത്മവിശ്വാസമല്ല. അവര് നൽകുന്ന സ്നേഹം, അവര് നൽകുന്ന സ്വീകാര്യത, അത് തന്നെയാണ് ഈ ആത്മവിശ്വാസത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനം പറയുന്നത്, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം, ജനം ഏത് സ്വീകരിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് രാഹുൽ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാലക്കാട്ടുകാരുടെ സ്നേഹം മാത്രമാണ്. ആ സ്നേഹം തന്നെയാണ് രാഹുലിനെ ഇവിടെ വരെ കൊണ്ടുചെന്നെത്തിക്കുന്നതും. കാരണം പാലക്കാട്ടെ ജനതക്കിടയിൽ നിന്നുകൊണ്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത്. അയാൾ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്നു കൊണ്ടും മറഞ്ഞിരുന്നു കൊണ്ടല്ല പ്രവർത്തിക്കുന്നത്. പാലക്കാട് വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട്, നഗരസഭയിലെ കണ്ണാടിയിലെ, പിരായിരിയിലെ, മാത്തൂരിലെ ഓരോ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ട് അയാൾ പ്രവർത്തിക്കുമ്പോൾ ആ പാലക്കാടൻ ജനതയുടെ പൾസ് അയാൾക്ക് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾ പറയുന്നത്, എനിക്ക് പറയാനുള്ളത് ഞാൻ ജനത്തിനോട് പറയും, നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ വേട്ട അത് തുടരട്ടെ, ജനം തീരുമാനിക്കും ഏത് സ്വീകരിക്കണമെന്നുള്ളത്. അത് ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ആണൊരുത്തൻ നിന്നങ്ങോട്ട് നെഞ്ചും വിരിച്ച് നിന്നങ്ങോട്ട് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അത് ആ പാലക്കാടിന്റെ മക്കളുടെ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള വെല്ലുവിളിയാ. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം ആ വാർത്തകളുടെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. രാവിലെ വാർത്ത കൊടുക്കുന്നത് എന്താ? പ്രഗ്നന്റ് ആകാൻ, ഗർഭിണിയാകാൻ നിർബന്ധിച്ചു. അത് രാവിലെ കഴിഞ്ഞ് ഒരു ഉച്ചയോടടുക്കുമ്പോൾ, ഒരു 10 മണി സമയമൊക്കെ കഴിയുമ്പോൾ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക അല്ലെങ്കിൽ നാസ്തയൊക്കെ കഴിക്കുന്ന ഒരു സമയമാകുമ്പോൾ അത് മറിയും. പ്രഗ്നന്റ് ആകാൻ നിർബന്ധിച്ചു എന്നല്ല, പിന്നെ വാർത്ത എന്താണ്? അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു എന്ന്. പിന്നീട് അത് ഉച്ചയാകുമ്പോൾ വീണ്ടും ആ പ്രഗ്നൻസിയും അബോർഷനും മാറി, പിന്നെ അത് പീഡനമായി മാറും ചർച്ച. വൈകുന്നേരം അന്തിച്ചർച്ചകളിലേക്ക് എത്തിക്കഴിഞ്ഞാലോ അപ്പൊ പിന്നെ ചർച്ച എന്താണെന്നറിയാമോ? ഏതാ പൊസിഷൻ? ഡോഗി സ്റ്റൈലാണോ, 69 ആണോ, അതോ ഇനി വല്ല എത്ര തുള്ളി അകത്തോട്ട് പോയി, ആ അകത്ത് പോയ തുള്ളിയിൽ എത്ര ബീജം ഉണ്ടായിരുന്നു, എത്ര തുള്ളി പുറത്തു പോയി, എത്ര ഇഞ്ചാണ് അകത്ത് കയറിയത്, ഇതൊക്കെയാണ് വൈകുന്നേരമാകുമ്പോൾ ചർച്ച. മനസ്സിലായില്ലേ? പക്ഷെ അത് ഒരു ദിവസം കഴിയുമ്പോൾ ഇന്നിപ്പോ എങ്ങനെയാ ചർച്ച? ഇന്നിപ്പോ എന്താ ചർച്ച? ഇന്നിപ്പോ ഞങ്ങൾ രണ്ടും പറയുന്നുണ്ട് എന്നതായി ചർച്ച. ഇന്നലെയൊക്കെ ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, രാഹുലിനെതിരായിട്ട് മാത്രമേ ഇന്നലെ പറഞ്ഞുള്ളൂ. പക്ഷെ ഇന്ന് ഞങ്ങൾ രണ്ടും പറയുന്നുണ്ട് എന്ന്. എവിടെ നിന്ന് അത് വന്നത്? അത് വന്നതിനുള്ള ഏറ്റവും വലിയ കാരണക്കാരൻ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാ. ഏഷ്യാനെറ്റ് ന്യൂസ് ആർജവത്തോടു കൂടി ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പ് ഗർഭം ഏറ്റുപിടിച്ചില്ല എന്ന് മാത്രമല്ല, അത് അങ്ങനെ ഒരു വാർത്തയെ അവർ എവിടെയും കൊടുത്തതുമില്ല, കണ്ടതുമില്ല. കാരണം എന്താ? അതിൽ സത്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അത് സത്യമില്ലെന്ന് അവർക്ക് മനസ്സിലായപ്പോ അവർ ആ വാർത്ത കൊടുത്തില്ല.
അവര് വാർത്ത കൊടുക്കാതെ മാറി നിന്നപ്പോ ഇത് ന്യൂസ് മലയാളത്തിലെ വാർത്ത ഏറ്റുപിടിച്ച മറ്റു ചിലർക്ക് ചെറിയ ഒരു തോന്നൽ, അയ്യോ അക്കിടി പറ്റിയോ, അബദ്ധം പറ്റിയോ എന്നുള്ള ഒരു തോന്നൽ മറ്റു ചിലർക്കുണ്ടായി. ഒരു ദിവസം ആ വാർത്ത കൊടുത്തെങ്കിലും പിറ്റേ ദിവസം അവർ നേരെ പ്ലേറ്റ് മാറ്റി ഞങ്ങൾ രണ്ടും പറയുന്നുണ്ടെന്നാക്കി. കാരണം എന്താ രാഹുൽ പാലക്കാട് അങ്ങ് നെഞ്ചും വിരിച്ചു നിന്നു. ഏതുപോലെ? ഇങ്ങനെയല്ല, രാജാവിന്റെ മുമ്പിൽ കുമ്പിടുന്നത് പോലെയല്ല. ആണൊരുത്തൻ നെഞ്ചും വിരിച്ചു നിന്നാൽ ഇനി കാള കുത്താൻ വന്നാലും മാന കുത്താൻ വന്നാലും നെഞ്ചും വിരിച്ചങ്ങ് നിൽക്കുക എന്ന് പറയുന്നില്ലേ, അത് തന്നെ. എന്തും സോൾവ് ചെയ്യാൻ പറ്റും, എന്തിനേയും നേരിടാൻ പറ്റും. നട്ടല് വേണമെന്നുള്ളതാണ് അതിന്റെ നിബന്ധന, അല്ലെങ്കിൽ അതിന്റെ ഘടകം എന്ന് പറയുന്നത് നട്ടല്ലുണ്ടാവണം. ആ നട്ടല്ലുണ്ടെങ്കിൽ എന്തിനേയും നേരിടാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ പാലക്കാടിന്റെ മണ്ണില് രാഹുൽ മുന്നോട്ട് പോകുകയാണ്. രാഹുലിന്റെ മുന്നിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, പാലക്കാട് പിടിക്കണം, നഗരസഭ പിടിക്കണം, കണ്ണാടി പിടിക്കണം, മാത്തൂരും പിരായിരിയും നിലനിർത്തണം. പാലക്കാട്ടെ ജനം വിധിക്കട്ടെ എന്ന് രാഹുൽ അങ്ങോട്ട് വെട്ടി തുറന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ മാപ്രകളെ, നിങ്ങളെ ഓരോ എണ്ണത്തിനെയും രാഹുൽ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ ആ വെല്ലുവിളി തന്നെയാണ് നിങ്ങൾ ഇന്ന് ഈ നിലപാടുകൾ, ഈ സമീപനങ്ങൾ മയപ്പെടുത്താനും മുന്നോട്ട് വെച്ച കാല് രണ്ടടി പിന്നോട്ട് വെക്കാനും നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം. അത് മാത്രമല്ല, നിങ്ങൾ ന്യൂസ് മലയാളത്തിന്റെ ഇൻബോക്സും കമന്റ് ബോക്സും എടുത്ത് പരിശോധിച്ചു നോക്കിയേ. ആ കമന്റ് ബോക്സ് തുറന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ വാർത്തയെയാണോ കേരളത്തിലെ പൊതുജനം വിശ്വസിക്കുന്നത്, അതല്ല പൊതുജനത്തിന് വല്ല ചോദ്യവും എതിരഭിപ്രായവും ഉണ്ടോ എന്നുള്ളത് ന്യൂസ് മലയാളത്തിന്റെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതിയാവും. അതില് മലയാളി ഓരോ ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് നിങ്ങളോട്. നിങ്ങൾ എത്ര വാങ്ങി, എത്ര കിട്ടി, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കൂട്ടിക്കൊടുപ്പ് നടത്തുന്നത് എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം നിങ്ങളോട്